മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് റാലിയിലും വിദ്വേഷ പരാമർശങ്ങൾ ആവർത്തിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർണാടകയിലെ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് പ്രധാനമന്ത്രിയുടെ പരാമർശം. അമേഠി റായ്ബറേലി സീറ്റുകളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടനുണ്ടായേക്കും. തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കോൺഗ്രസ് പോപ്പുലർ ഫ്രണ്ടിനെ കൂട്ടുപിടിക്കുന്നു. രാജ്യത്തെ സ്വത്തുക്കൾ പിടിച്ചെടുത്ത് പ്രിയപ്പെട്ട വോട്ട് ബാങ്കിന് നൽകാനാണ് കോൺഗ്രസ് ശ്രമം. മോദി ജീവനോടെയുണ്ടെങ്കിൽ താലിമാലയിൽ കൈവയ്ക്കാൻ അനുവദിക്കില്ല. ബലഗാവിലെ തെരഞ്ഞെടുപ്പ് റാലിയിലടക്കം പങ്കെടുത്തായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. आपने बचाया हुआ सोना चांदी लूटने देंगे क्या? आपके मंगलसूत्र पर किसी को हाथ लगाने देंगे? कोई पंजा आपकी संपत्ति लूट सकता है क्या? मैं कांग्रेस को अलर्ट करना चाहता हूं, ये मंसूबे छोड़ दीजिए जब तक मोदी जिंदा है. രാജ്യത്ത് വിഭാഗീയത സൃഷ്ടിക്കാനാണ് ബിജെപിയുടെ ശ്രമമെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. തോൽക്കുമെന്നുറപ്പായപ്പോൾ ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ബിജെപി ശ്രമിക്കുന്നത്. അമേഠി റായ്ബറേലി സീറ്റുകളിലെ സ്ഥാനാർത്ഥിത്വത്തിന് മുന്നോടിയായി രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ മണ്ഡലം സന്ദർശിക്കും. സംഘർഷവും ബൂത്തുപിടുത്തവുമുണ്ടായ മണിപ്പൂരിലെ 6 പോളിംഗ് സ്റ്റേഷനുകളിൽ ചൊവ്വാഴ്ച റീപോളിംഗ് പ്രഖ്യാപിച്ചു. ഔട്ടർ മണിപ്പൂർ ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ് സ്റ്റേഷനുകളിൽ ചൊവ്വാഴ്ച രാവിലെ 7 മണി മുതൽ 4 മണി വരെയാണ് റീപോളിംഗ്. ബംഗാളിൽ വനിതാ ബിജെപി നേതാവിന് നേരെ ആക്രമണമുണ്ടായി. സംഭവത്തിന് പിന്നിൽ തൃണമൂൽ കോൺഗ്രസ് ആണെന്ന് ബിജെപി കുറ്റപ്പെടുത്തി. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി.